രാവിലെ എണീറ്റപ്പോൾ തൊട്ട് നല്ല ജലദോഷവും ബോഡിയൊക്കെ ഭയങ്കര വീക്ക്. അപ്പോൾ പക്ഷെ ഇന്ന് എനിക്ക് കാർഡിയോ ചെയ്യണമായിരുന്നു. 450 കാലറി ബേൺ ചെയ്യണം, അതാണ് പ്ലാൻ. പക്ഷെ 450 കാലറി ബേൺ ചെയ്യണമെങ്കിൽ ഒരു സോൺ 3 ഇട്ട് വേണം മാക്സിമം നമുക്ക്. ഇപ്പോൾ ഓടുവാണെങ്കിലും അല്ലെങ്കിൽ വാക്ക് ചെയ്യുവാണെങ്കിലും ട്രെഡ്മില്ലിൽ ഇൻക്ലൈൻ ചെയ്ത് ഇൻക്ലൈനിൽ ഇട്ടിട്ട് വാക്ക് ചെയ്യണമെങ്കിലും ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ ചെയ്യണം. അപ്പോഴത്തേക്ക് വയ്യാണ്ടാവും. പക്ഷെ എന്തായാലും ബേൺ ചെയ്തേ പറ്റൂ 450 കാലറീസ്. സോ ഐ തോട്ട് മേ ബി ഐ ഡു സം ഫുൾ ബോഡി വർക്കൗട്ട്. കുറച്ച് സൂപ്പർ സെറ്റ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓടാൻ പോകുന്നതിന് പകരം ഇന്ന് ഫുൾ ബോഡി വർക്കൗട്ടാണ് ചെയ്യുന്നത് എൻ്റെ 450 കാലറി ബേൺ ചെയ്യാനായിട്ട്. എന്താകുമെന്നോ അറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനങ്ങനെ ഒരു എൻ്റയർ ഡേ ഒരു സൂപ്പർ സെറ്റ് വെച്ച് ഒരു ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യുന്നത്. ഐ തിങ്ക് ദിസ് ഇസ് ഗോണ ബി മോർ ലൈക്ക് hit workout rather than proper workout. So anyway, I think it's gonna be good. മാത്രമല്ല ഞാൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സൂപ്പർ സെറ്റ് ട്രാക്ക്. അത് എൻ്റെ ലിങ്കിൽ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാം. അത് വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ അതിന് എനിക്ക് സാധിക്കുവാണെങ്കിൽ ഞാനത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കും അത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സൂപ്പർ സെറ്റ് ഡേ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് നിങ്ങളുടെ സെറ്റ് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ എക്സസൈസസ് കംപ്ലീറ്റ് ആകുമ്പോൾ അത് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഹിസ്റ്ററിയും കൂടെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കട്ടെ. അത് നടക്കുവാണെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്ത് നിങ്ങളുടെ സൂപ്പർ സെറ്റ് ഡേ ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഇത് മോസ്റ്റ്ലി ബോഡി വെയ്റ്റ് വർക്കൗട്ട്സ് ആണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ ആകെ ഉള്ളത് എന്താണ്, ഗ്ലൂട്ട്സ് ആണ്. ഗ്ലൂട്ട്സ് ആണെങ്കിൽ വെയ്റ്റഡ് ഗ്ലൂട്ട്സ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, വെയ്റ്റഡ് ഗ്ലൂട്ട്സ് അല്ലാതെ ബോഡി വെയ്റ്റ് ഗ്ലൂട്ട്സ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് അറിയില്ല, നോക്കാം. ബോഡിയൊക്കെ കുറച്ച് വീക്കാണ്. ഈ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന പോലെയൊന്നുമല്ല, നമുക്ക് ഒരു എനർജി ഇല്ല, എന്താണെന്നറിയില്ല. നോർമലി എനിക്ക് രാവിലെ ജിമ്മിലൊക്കെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ലെറ്റ്സ് ഡു എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ വരും. ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യാനൊന്നും വയ്യ പ്രോപ്പറായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് റൂട്ട് അറിയാം. അതുകൊണ്ട് പിന്നെ മാപ്പ് നോക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പിന്നെ ക്യാമറയും ഓണാക്കി വെച്ചങ്ങ് പറഞ്ഞു പോകുന്നത്. അറിയില്ല എന്താകുമെന്തോ. രാവിലെ ഒരു ആപ്പിളും 3 മുട്ടയും കഴിച്ചു. റെഡിയാ, എനർജി ഉണ്ടാവുമായിരിക്കും, നോക്കട്ടെ. ഇല്ലെങ്കിൽ ഇപ്പം എന്തുവാ, മനുഷ്യനല്ലേ, എല്ലാ ദിവസവും ഒരേപോലെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറ്റുമോ, ആക്റ്റീവ് ആയിട്ടിരിക്കാൻ പറ്റുമോ? മനുഷ്യനല്ലേ, മനുഷ്യൻ വീക്ക് ബോഡിയാണ്. ശരിയാക്കാം. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും, നമ്മൾ ഒരു പീക്ക് ഫിസിക്കിന് വേണ്ടിയിട്ട് അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചാലും ചില സമയമൊക്കെ നമ്മൾ വീണു പോകും. ഒരു ഹ്യൂമൻ ബോഡി എന്നല്ല, എല്ലാ ആനിമൽസിന്റെ ബോഡിയിലും അതിൻ്റെതായ വീക്ക്നെസ്സസ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിത് അലർജിയാണ് എനിക്ക് പറ്റിയ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു മുന്നത്തെ വീഡിയോസിൽ, ഐ എം അലർജിക് ടു സോ മെനി തിങ്സ് ലൈക്ക് കോഫി പ്രോട്ടീൻസ്, ഷെൽ ഫിഷസ്, പിന്നെ എന്താ ബെറീസ്, പിന്നെ സിട്രിക് ഫ്രൂട്ട്സ്, പൈനാപ്പിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര അലർജിയുള്ള കാര്യങ്ങളാണ്. ഞാനാണെങ്കിൽ ഒരു 1 week ബാക്ക് ഐ സ്റ്റാർട്ടഡ് ഈറ്റിംഗ് കെഫീറും ഗ്രീക്ക് യോഗട്ട്. ഇതെല്ലാം ഫെർമെന്റ് ചെയ്ത ഡയറി പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഈ ഫെർമെന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഹിസ്റ്റമിൻ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ടാവും. അത് എനിക്ക് അലർജി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനത് ഓവർ ഈറ്റ് ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ 1 സ്പൂണോ 2 സ്പൂണോ ഒക്കെ എടുത്തിരുന്നെങ്കിൽ ഇത്ര സീൻ ഉണ്ടാവില്ല. ഞാൻ ആ 2 ടബ് ഏകദേശം ഒരു 3-4 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്തു.
ഞാൻ അങ്ങനെ അതിനകത്ത് എന്താണ് ഗ്രീക്ക് യോഗട്ട് എടുത്ത് അതിനകത്ത് ബ്ലൂബെറീസ് ആഡ് ചെയ്ത് പിന്നെ ആൽമണ്ട്സ് ചോപ്പ് ചെയ്ത് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് മേപ്പിൾ സിറപ്പ് കാലറി ഫ്രീ മേപ്പിൾ സിറപ്പ് നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതും കൂടെ യൂസ് ചെയ്ത് ഒരു ഡെസേർട്ട് പോലെ ഉണ്ടാക്കി. ഇതാണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റ്. ഞാനാണെങ്കിൽ ഡയറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ കിളിവാറി ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഡെസേർട്ട് കിട്ടിയപ്പോഴത്തേക്ക് എന്താ സ്വർഗം കിട്ടിയ ഫീലായിരുന്നു. ഞാനാണെങ്കിൽ പിന്നെ അത് തന്നെയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത്. എൻ്റെ കാലറി ലിമിറ്റ് എല്ലാം ഓവറായി, അതിന്റെ ഡബിൾ അങ്ങാണ്ടായി. ഇത് കഴിച്ച് അവസാനം എൻ്റെ ബോഡിയിൽ ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ, നമുക്ക് ബോഡിക്ക് താങ്ങുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ. നമ്മളിപ്പോ ആൽക്കഹോൾ കഴിച്ച് ബോഡീനെ അബ്യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഫുഡ് കഴിച്ച് അബ്യൂസ് ചെയ്യുന്നത്. ഓവർ ഈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് താങ്ങാവുന്നതിൽ അപ്പുറം ആയി കഴിഞ്ഞാൽ ബോഡി റിയാക്ട് ചെയ്യും. ദാറ്റ്സ് വാട്ട് ഹാപ്പൻ ടു മീ. ഞാൻ ഓവർ ഈറ്റ് ചെയ്തു. എൻ്റെ ബോഡിയിൽ ഇത്രയും കെമിക്കൽസിനെ കൺട്രോൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അങ്ങനെ അത് അലർജിയായി, തുമ്മലായി, ഉറക്കമില്ലായ്മയായി, അവസാനം ഇപ്പോൾ ജലദോഷമായി, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇനി ഇതെല്ലാം റിക്കവർ ചെയ്യാൻ കുറേ ദിവസം എടുക്കും. ബോഡിക്ക് ഇതൊക്കെ ഫൈറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരണ്ടേ, അതിന് സമയമെടുക്കും. അപ്പോൾ എന്താ പറയാ, അതുകൊണ്ട് സൂക്ഷിക്കുക, നിങ്ങൾ കഴിക്കുന്നതൊക്കെ സൂക്ഷിച്ച് കഴിക്കുക. എൻ്റെ പൊന്നു, ഇന്നെന്തോ ഇവിടെ ജിമ്മിലാണെങ്കിൽ ഒടുക്കത്തെ ആൾക്കാര്. എന്റെ ഭാഗ്യത്തിന് ഇവിടെ ഒരു ഇതുണ്ട്, അതുമില്ല, അതൊരു കോർണറായിരുന്നു. നോക്കട്ടെ, ഇവിടെ ഇല്ല കേട്ടോ. ഞാനും അങ്ങോട്ട് പോയി നോക്കട്ടെ. ഇവിടെ ഒന്നും സ്പോട്ടില്ല. ഞാനിവിടെ പാർക്ക് ചെയ്യും. I think I got one. Yes. കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ഡോറിന്റെ മുന്നേ തന്നെ ഒരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. അയാൾ വണ്ടി ചേർത്തിട്ടത് എൻ്റെ കുറ്റമല്ല, ഞാൻ എൻ്റെ ബേയിൽ തന്നെ പ്രോപ്പറായിട്ടാണ് പാർക്ക് ചെയ്തത്. ശരി എന്നാ ഗൈസ്, ഞാൻ ജിമ്മിൽ പോയി. ക്യാച്ച് യു ലേറ്റർ. വർക്കൗട്ട് കഴിഞ്ഞ് തിരിച്ചെത്തി ഫുഡും കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു അന്ന് വർക്കൗട്ട് ചെയ്യാൻ. ഞാൻ പ്ലാൻ ചെയ്തതുപോലെ 4 സൂപ്പർ സെറ്റ് വർക്കൗട്ടുകളാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ അതൊന്നും നടന്നില്ല. ലാസ്റ്റത്തെ ഈ ബർപ്പി പ്ലസ് ജമ്പുണ്ട്, അതും പിന്നെ എന്താണ് പ്ലാങ്ക് പുഷപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് രണ്ടും കൂടെ ഉള്ള ഒരു സൂപ്പർ സെറ്റ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ഞാൻ ഡെഡ് ആവാറായി. അങ്ങനെ പിന്നെ നിർത്തി. പക്ഷേ 4 വർക്കൗട്ടിൻ്റെ സൂപ്പർ സെറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് ഈ 5ാമത്തെയാണ് എനിക്ക് പറ്റാത്തത്. എൻ്റെ വൂപ്പിലാണെങ്കിൽ ഇത് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് 398 കാലറീസ് അങ്ങോട്ട് ബേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഞാൻ 450 ആണ് ടാർഗറ്റ് ചെയ്തത്. പക്ഷേ മറ്റേത് കൂടെ ചെയ്തിരുന്നെങ്കിൽ ഐ തിങ്ക് 450 അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ബോഡി വീക്ക് ആയതുകൊണ്ട് പറ്റിയില്ല. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ അറ്റ്ലീസ്റ്റ് ചെയ്തല്ലോ. ഡേ വേസ്റ്റ് ആക്കിയില്ലല്ലോ, നമ്മൾ വർക്കൗട്ട് ചെയ്യാതെ പോയില്ല. അന്ന് വീട്ടിൽ വരുന്നതിന് മുന്നേ കോസ്കോയിൽ പോയി. ചിക്കനൊക്കെ തീർന്നായിരുന്നു. ചിക്കൻ തീർന്നു, പിന്നെ വേറെന്തോ തീർന്നത്, അങ്ങനെ ഫ്രൂട്ട്സൊക്കെ തീർന്നു. അങ്ങനെ കോസ്കോയിൽ പോയിട്ട് മേടിക്കാൻ പോയപ്പോഴാണ് ഒടുക്കത്തെ ക്യൂ എന്ന് പറഞ്ഞാൽ അന്യായ ക്യൂ. അവസാനം ഞാൻ ട്രോളിയൊന്നും എടുക്കാതെ നേരെ പോയി ഡയറക്റ്റ് പോയിട്ട് ചിക്കൻ ബ്രസ്റ്റ് മേടിച്ച് വീട്ടിൽ വന്ന് ഫ്രിഡ്ജിൽ കൊണ്ട് ഒരു പാക്കറ്റ് വെക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പാത്രത്തിൽ ഇങ്ങനെ മീൽ പ്രപ്പ് പോലെ ചെയ്താണ് വെക്കുക നോർമലി. അതിനകത്ത് ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടാക്കി വെച്ചതിരിപ്പുണ്ട്, ലാസ്റ്റ് പീസ്. അതിനെ എടുത്ത് ഞാൻ അളന്നു നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം 400
അല്ല 300 ഗ്രാം കുക്ക്ഡ് ആണ്. കുക്ക് ചെയ്ത ചിക്കൻ ബ്രസ്റ്റ് 300 ഗ്രാം ഉണ്ട്. അപ്പോൾ ഒരു അൺകുക്ക്ഡ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 400 ഗ്രാംസ് വരും. അതും പിന്നെ ഒരു 200 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോയും കൂടെ എടുത്ത് അതുകൂടെ കഴിച്ചപ്പോഴത്തേക്ക് ആശ്വാസമായി. ഒരു തളർച്ചയൊക്കെ ചെറുതായിട്ടുണ്ട് വയ്യെങ്കിലും, പക്ഷേ ഓക്കെയാണ്. ഹലോ ഗൈസ്, പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്ത ആ വർക്കൗട്ട് സെറ്റിൻ്റെ സൂപ്പർ സെറ്റിൻ്റെ ഒരു ട്രാക്കർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ലിങ്കിൽ കൊടുക്കാം, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.